John B, good afternoon. Good afternoon, sir. VGKS, good afternoon. Good afternoon. Rasmaya, Vinisha, good afternoon. Soumya, good afternoon. Shamna Manoj, good afternoon. Good afternoon, sir. Good afternoon, sir. Yes. Shamima and Nivya, good afternoon. Good afternoon, sir. Yes, sir. Shahida, good afternoon. Good afternoon, sir. Surumi, good afternoon. Yes, നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഇന്ന് നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ച് കാണുകയില്ല ഇല്ലേ? പക്ഷെ നിങ്ങളുടെ മറ്റേ ടീച്ചർക്ക് പകരമായിട്ട് വന്നതാണ്. ഓക്കെ, യെസ്. ആ ഓക്കെ ബിനീഷ. ഓക്കെ, സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു നിങ്ങളുടെ ഇന്റലിജൻസിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പറയാം. നിങ്ങളിൽ ആരാണത് ഭംഗിയായിട്ട് ഉത്തരം പറയണ്ട, ടൈപ്പ് ചെയ്താൽ മതി. കാരണം ഏറ്റവും ആദ്യം ഉത്തരം പറയുന്ന 3 പേരെ ഞാൻ വിജയിയായിട്ട് വെക്കാം. അപ്പൊ അതുകൊണ്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് കഴിയുമ്പോൾ അടുത്ത ആളെ വേഗം പറയും. എക്സാം പോർഷൻസ് അല്ലേ? യെസ്. എന്താണ് ഇതിൽ എക്സാം പറഞ്ഞേക്കണേ? എപ്പോഴാണ് പറഞ്ഞില്ല? ഡേറ്റ് പറഞ്ഞില്ല സർ. ഡേറ്റ് പറഞ്ഞില്ല. അങ്ങനെ 10 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് ഉണ്ടാവുള്ളൂ. യെസ്, 10 ചോദ്യങ്ങൾ ഇംഗ്ലീഷ്. ടോട്ടൽ 50, അതിൽ 10 ചോദ്യങ്ങൾ 10 മാർക്കിൻ്റെത് ഇംഗ്ലീഷ്, അങ്ങനെയല്ലേ? ഒന്ന് ശബ്ദം കൂട്ടിപ്പോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ രശ്മിന. ടോട്ടൽ മാർക്ക് 50, അതിൽ 10 മാർക്ക് ഇംഗ്ലീഷ്, അങ്ങനെയല്ലേ? ഒന്നും ക്ലിയർ ആയില്ല. ശബ്ദമില്ലല്ലോ രശ്മിന. സാർ ടോട്ടൽ മാർക്ക് 50. സാർ ഞാൻ പറയുന്നത് കേക്കാവോ? സാർ ഞാൻ പറയുന്നത് കേക്കാവോ? അയ്യോ, ശബ്ദം ഒട്ടുമില്ല. ഇവിടെ 42 വിശദീകരിക്കും. ഒരു മിനിറ്റ്. ഇനി പറഞ്ഞേ റസ്മിന. ടോട്ടൽ മാർക്ക് 50-ലും അതില് 10 മാർക്ക് ഇംഗ്ലീഷ്, അങ്ങനെയല്ലേ പറഞ്ഞത്? ആ ഓക്കെ 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 അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ. ടീച്ചർ പരീക്ഷ കാര്യങ്ങളൊക്കെ ടീച്ചർ പറയും. ഓക്കെ 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 യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അതില് നമ്മള് ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പറ്റുന്ന മോഡലൊക്കെ ഞാൻ പറയാം. അത് കഴിഞ്ഞ അതനുസരിച്ച് പഠിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയാം? ഓർക്കുന്നുണ്ടോ? നിങ്ങളാരും ഇംഗ്ലീഷ് പരീക്ഷയിൽ തോൽക്കില്ല. ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടല്ലേ?
യെസ്, നിങ്ങളൊരു 25% എൻ്റെ ഒപ്പം നിന്നാണ്, 25%. ഓക്കെ, ബാക്കി നമുക്ക് റെഡിയാക്കാം. കൊണ്ടുവരും. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്നത് കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇത് കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന കുറെ പ്രോവർബ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. നിങ്ങൾക്കത് അറിയാമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് നിങ്ങളൊന്ന് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ബാലൻസ് ഭാഗം ഒന്ന് ഫിൽ ചെയ്തിട്ട് ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്യുന്ന ആദ്യത്തെ 3 പേരെ ഞാൻ പരിഗണിച്ചോളാം വിജയിയായിട്ട്. ഓക്കെ, ചോദ്യം ഇതാണ്. എ പിക്ചർ, ഇത് മലയാള പരിഭാഷയിലായിരിക്കുന്നതല്ല, ഉത്തരം പറഞ്ഞതിന് ശേഷം മലയാളം പറയാം, കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയാതെ കൂടി വേണ്ടിയിട്ടാണ്. എ പിക്ചർ, ചോദ്യം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, സ്പെല്ലിംഗ് പറയാം, നോ പ്രോബ്ലം. ഓക്കെ, ഇറ്റ് ഇസ് കറക്റ്റ്. എ പിക്ചർ ഈസ് വർത്ത്, WORTH, വർത്ത് A ഡാഷ്. എ പിക്ചർ സാർ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ചോദിച്ചാണത്. നെക്സ്റ്റ്, എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്, അതല്ലേ? നെക്സ്റ്റ്, എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈൻ. ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്, ഞാൻ വെച്ച് വീണ്ടും കളിക്കുന്നതായിരിക്കും എന്ന് വെച്ചത് പറയാതിരുന്നെ. രേവതിയാന്ന് തോന്നുന്നു വിന്നർ ആയത്. രേവതി ഈ ക്ലാസ്സിലുണ്ടോന്ന് അറിയില്ല. രേവതിയാന്ന് തോന്നുന്നു വിന്നർ ആയത്. നോ പ്രോബ്ലം. ആ ഒരു വശത്തിൽ കിട്ടിയത്. യെസ്, ഓക്കെ. ചോദ്യങ്ങളുടെ പെരുമഴക്കാലമല്ലേ നമ്മുടെ കയ്യിലുള്ളത്. ഡോണ്ട് വറി. യെസ്, ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ പറയുക. ആ ചോദ്യങ്ങൾ ഉത്തരം നിങ്ങൾ പറയുമ്പോൾ ആ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ എന്നായിരിക്കണം. ഇ, എലിഫന്റിന്റെ ഇ ഇല്ലേ, ഇയിൽ ആരംഭിക്കുന്ന ഉത്തരമാണ് നിങ്ങൾ പറയേണ്ടത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു പ്രത്യേകത. യെസ്, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് 3 പേരെ നമുക്ക് പരിഗണിക്കാൻ പറ്റും. യെസ്, ചോദ്യം ഇതാണ്. എ പീസ് ഓഫ്, PIEC, എ പീസ് ഓഫ് ജുവലറി worn, WOR, worn on the ear. ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അപ്പൊ 3 പേര്, ഷമീമ, സനീഷ, റാസ്മിയ അല്ലെ? റാസ്മിന, ഷമീമ, സനീഷ അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞത് സനീഷ എന്നല്ലേ പറഞ്ഞത്? സനീഷ ആൻഡ് റാസ്മിന. അല്ല, ഇത് ആരെങ്കിലും പോയിന്റ് നോക്കാമോ? അപ്പൊ പിന്നെ ഈ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. പോയിന്റ് നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? യെസ്, സോമനസാല് വരുന്നത് അതില്ല അല്ലെ? നോക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സൗണ്ട് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. സുറുമി, റാസ്മിന, ജോൺഫിൽ. സുറുമി, റാസ്മിന ആൻഡ് ജോഫ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് എക്കോ. റിഫ്ലക്ട് ചെയ്യുന്ന സൗണ്ടിനെ പറയുന്ന പേര് എക്കോ എന്നാണ്. യെസ്, അടുത്ത ചോദ്യം. എ ലോങ് ഫിഷ് ദാറ്റ് ലുക്സ് ലൈക്ക് എ സ്നേക്ക്. സനീഷ, സംഗീത. സനീഷയുടെ സംഗീതയുടെ അടിയിൽ ആരായിരുന്നു? സനീഷ, സംഗീത, സൗമ്യ. യെസ്, അത് നോക്കിക്കോളോട്ടെ റാസ്മിന, ആരാണ് വന്നത് ആദ്യത്തെ 3 പേര്. ഞാൻ പറയുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞോളാം. യെസ്, അടുത്തത്. An imaginary line around the middle of the
earth. An imaginary line around the middle of the earth. സർ ഇപ്പൊ പറയുന്നത് എന്താണ് വേണ്ടത്? ഞാനിപ്പോ ക്ലാസ് കയറിയിട്ടേ ഉള്ളൂ. Okay. പറയാം. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. Okay. Imaginary line around the earth. സൗമ്യ, റാസ്മിന, പിന്നെ ആരായിരുന്നു? സൗമ്യ, റാസ്മിന, ഷമീമ. ഓക്കെ. കറക്റ്റ്. അപ്പൊ ഇപ്പൊ കയറിയവരോട് പറയണേ, ഞാന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം ടൈപ്പ് ചെയ്ത് അയക്കുക. ആദ്യത്തെ 3 പേരെ ഞങ്ങൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നു. യെസ്. അപ്പൊ ചോദ്യത്തിന്റെ ആൻസറിന്റെ പ്രത്യേകത, നിങ്ങളുടെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ എന്നായിരിക്കണം. ഇ, എഫിഷ്യന്റ്, എലിഫന്റ് എന്ന് പറയുന്നത് ഇ. ഇതാണ് പറയുന്നത്. അപ്പൊ ഞങ്ങള് 3 ചോദ്യം കഴിയുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. യെസ്. അടുത്തത് പീപ്പിൾ. ഓക്കെ. പിന്നെ പീപ്പിൾ ലിവിംഗ് ഇൻ ഐസ് നിയർ ആർട്ടിക് കോസ്റ്റ്. COAST കോസ്റ്റ്. പീപ്പിൾ. സൗമ്യ, റാസ്മിന, സുരഭി. സൗമ്യ, റാസ്മിന ആൻഡ് സുറുമി. യെസ്. ശരിയാണ് ആൻസർ. എസ്കിമോസ് എന്നാണ് ഐസിൽ താമസിക്കുന്ന ആളുകളെ പറയുന്ന പേര്. അടുത്തത് എ മെഷീൻ that provides power for the vehicle. A machine that provides power. Surumi, Sanisha, Safida. Surumi, Sanisha and Safida. Okay, correct answer. The answer is engine. Correct answer. Very good. അടുത്തത് ഞാനിത് ഇംഗ്ലീഷ് മീനിങ് ആണ് പറയുന്നത്. അതിന്റെ 1 വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. മീനിങ് ഞാൻ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ കാണുന്ന പോലുള്ള മീനിങ് ഞാൻ പറയും. ടു റിസീവ് ആൻ ഇൻകം ഫോർ ഡൂയിങ് വർക്ക്. സനീഷ, സുറുമിക്ക് മുകളിൽ ആരായിരുന്നു? സ്പെല്ലിംഗ് മാറിയത് മാത്രം. സനീഷ, ശ്രീഷ്മ. സുറുമി, പിന്നെ ആരായിരുന്നു? ശ്രീഷ്മ. യെസ്. ശ്രീഷ്മ. ഓക്കെ. ശരിയാണ്. എന്നാണ് പണം സമ്പാദിക്കുക. ജോലി ചെയ്യുക എന്നുള്ളതിന്, ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതിന് സമ്പാദിക്കുക. അടുത്തത് സിമ്പിളാണ്, നിങ്ങൾക്കറിയാവുന്നത്. എ ലാർജ് ബേർഡ്, BIRD, with strong eyesight. സനീഷ, റാസ്മിന, സുറുമി. and Surumi. Is a correct answer. The answer is eagle. Okay. അടുത്തത്, the study of money is called dash. The study of money is called dash. Surumi, Sanisha, Rasmina. Economy അല്ല, economics. Okay. അത് ഫുള്ള് ടൈപ്പ് ചെയ്യുന്ന മുന്നേ അയച്ചുപോയി. Yes, okay, no problem. Economics ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. യെസ്. അടുത്തത് ചോദ്യത്തിന്റെ സ്റ്റൈലും ഞാൻ മാറ്റി പിടിക്കുന്നത്. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞത് ഇ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് നമ്മൾ ഉത്തരം ആരംഭിക്കേണ്ടത്. ഞാൻ മാറ്റി പിടിക്കുന്നു. ഇനി എസ് എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. എസ് എന്നുള്ള അക്ഷരം, ആ അക്ഷരത്തിലായിരിക്കും ആൻസർ ആരംഭിക്കുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മീനിങ് ആണ് പറയുന്നത്. അതിന്റെ വൺ വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് മീനിങ് എ ഡേറ്റി DIRTY ഡേറ്റി മാർക്ക് MARK on something. A dirty mark on something. എസ്സിൽ ആരംഭിക്കുന്ന ഒരു വേർഡ് ഉണ്ട്. സ്ലേവ് അല്ല, അത് അടിമയാണ്. എ ഡേറ്റി മാർക്ക് DIRTY ഡേറ്റി മാർക്ക് ഓൺ സംതിങ്. സ്കാച്ച് അല്ല, സ്ലോട്ട് അല്ല, സോയിൽ അല്ല. ഡേറ്റി മാർക്ക്, മാർക്ക് മീൻസ് അടയാളം. എ ഡേറ്റി മാർക്ക് ഓൺ സംതിങ്. Yes, VGKS, you are right. വിജി സുറുമി. അതിന് കൂടെ ഒരാൾ കൂടെ ഉണ്ടായതിന്റെ ഇടയില് വിജി സുറുമി പിന്നെ ആരായിരുന്നു? ഇവരുടെ ഇടയിൽ ഒരാൾ കൂടെ ഉണ്ടായില്ലേ? സഫീദ. സുറുമി അല്ല സർ, റാസ്മിനയും സഫീദയാണ് അല്ലേ? റാസ്മിന സഫീദ. യെസ്, ഓക്കെ ഓക്കെ. സ്റ്റെയിൻ ആണ്. സ്റ്റെയിൻ എന്ന് പറഞ്ഞാല് കറ എന്ന് പറയുന്നത് നമ്മൾ. കറ, ആ കറ എന്ന് പറയുന്ന വേർഡാണത്. അടുത്തത് ഇതിന്റെ ലോകപരിചയം ഉണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയൺമാൻസ് അപ്പോസ്ട്രോഫീസ് ആണ്. IRON അപ്പോസ്ട്രോഫീസ്. അയൺമാൻസ് ഇൻഡസ്ട്രി ഈസ് നോൺ ആസ് ഡാഷ്. അയൺമാൻസ് ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്ന സ്റ്റീൽ അല്ല, വേറൊരു പേരുണ്ടായിരുന്നു ഇസ്ലാമിക് പേര്. അയൺമാൻസ് ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്. അതിനൊരു പേരുണ്ട്, ആ കമ്പനിക്ക് ഒരു പേരുണ്ട്. സോൾജിയർ അല്ല, അയൺമാൻസ് ഇൻഡസ്ട്രി. ഇംഗ്ലീഷ് സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായി പേര്. ഇനി കൂടുതലും യുദ്ധോപകരണങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഇവരുണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഇവർ അയൺമാൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. യുദ്ധോപകരണങ്ങളുടെയൊക്കെ ഒരു മാനുഫാക്ചറിങ് ഇവരാണ്. യെസ്, അപ്പോ അത് ഞങ്ങളുടെ യെസ് ഷമീമ, യു ആർ വെരി ഗുഡ്, ഇന്റലിജന്റ്. ഷമീമ ഇസ് എ കറക്റ്റ് ആൻസർ. ഷമീമ, യെസ് ഷമീമ, സഫീദ, ജോൺ. ഷമീമ, സഫീദ ആൻഡ് ജോൺ ഫി. കറക്റ്റ് ആൻസർ. അതിന്റെ പേര് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് എന്നാണ്. സ്റ്റാർക്ക്, STARK. അടുത്തത് ഒരു ഇമാജിൻ സിറ്റുവേഷൻ പറയും. ഇഫ് യു ഹാവ് a deep cut, CUT. If you have a deep cut, you need dash. If you have a deep cut, you need dash. Okay. Rasmina, Saumya, Surmi. റാസ്മിന, സൗമ്യ ആൻഡ് സുറുമി. നമുക്ക് സർജറി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സർജറി അതിന്റെ ആൻസർ കറക്റ്റ് ആണ്. സ്റ്റിച്ചസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റിച്ച്, കട്ട് എന്ന് പറഞ്ഞ മുറിവിന് വിചാരിക്കുക. ഇഫ് യു ഹാവ് എ ഓക്കെ വിനീത, ഇഫ് യു ഹാവ് എ കട്ട്, നിങ്ങൾക്ക് ഒരു മുറിവുണ്ടായാൽ നിങ്ങൾക്ക് പിന്നെ ആവശ്യം എന്താണ്? സർജറി ഓർ സ്റ്റിച്ചസ്. യെസ്. അടുത്തത് ഞാനിനി 2-3 വാക്കുകൾ പറയാം. അതിനോട് യോജിച്ചു പോകുന്ന അടുത്ത വാക്ക് നിങ്ങൾ പറയാം. ലൈറ്റനിങ്, കോമ, തണ്ടർ, THUND, തണ്ടർ, കോമ, റെയിൻ, കോമ, ഡാഷ്.
സുറുമി, റാസ്മിന, സഫീദ. സുറുമി, റാസ്മിന ആൻഡ് സഫീദ. യെസ്. വിജി കേസ് എസ്സിൽ ആരംഭിക്കണം. എസ് എസ് യെസ്. വിൻഡ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു ആയി പോയില്ലേ? യെസ്. ഓക്കെ. അടുത്തത് എ സ്റ്റോൺ, STON, സ്റ്റോൺ, എ സ്റ്റോൺ or metal figure. A stone or metal figure, FIGURE. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. പക്ഷെ കുറച്ചുകൂടി നല്ലൊരു വേർഡ് അതിനുണ്ട്. A stone or metal figure. A stone. Rasmina, you are right. Rasmina. Safida, Shamima. Rasmina, Safida, Shamima. Correct answer. മെറ്റൽ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ടുള്ള ഒരു പ്രതിമ, അതിനെ പറയുന്ന പേര് എന്താണ്? സ്റ്റാച്ചു. സ്റ്റാച്ചു. യെസ്. അടുത്തത് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. എ ബിഗ് പീസോ, BIG, ബിഗ് പീസ്, PIEC, പീസ്. രണ്ട് പീസ് ഉണ്ട്, PES. ഓ, സൗമ്യ ആൻസറായിട്ട് വന്നു അല്ലെ? സൗമ്യ, ജോൺഫി, റാസ്മിന. സൗമ്യ, ജോൺഫി ആൻഡ് റാസ്മിന. യെസ്. ചോദ്യം പോലും ഞാൻ ചോദിക്കാനായിട്ട് ഇടവന്നില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പൂ അടിച്ചു. എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ ചോദ്യം ഒന്ന് പറഞ്ഞേക്കാം. എ ബിഗ് പീസ് ഓഫ് കുക്ക്ഡ്, COOKED, കുക്ക്ഡ് മീറ്റ്, MEAT, മീറ്റ്. യെസ്. അതിന്റെ പഴയ പേര് സ്റ്റേക്ക് എന്നാണ്, STEAK, സ്റ്റേക്ക്. യെസ്. ഓ, നിങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ റേഞ്ചൊക്കെ അപാരമാണ്. യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഞാൻ ചോദ്യത്തിന്റെ സ്റ്റൈൽ ഒന്നുകൂടി മാറ്റുകയാണ്. നിങ്ങളുടെ ഉത്തരത്തിന് ഇനി ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ലെറ്റർ E എന്നും രണ്ടാമത്തെ ലെറ്റർ M എന്നും ആയിരിക്കും. ഫസ്റ്റ് ലെറ്റർ E, രണ്ടാമത്തെ ലെറ്റർ M. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആരംഭിക്കും. EM-ലായിരിക്കണം നമ്മുടെ ആൻസർ ആരംഭിക്കേണ്ടത്. EM. I think that you got the point. Yes. ചോദ്യം ഇതാണ്. A man who rules an empire, EMPIRE. A man who rules empire. അതല്ലെങ്കിൽ സുറുമി, EMPIRE, empire. എംപ്ലോയി അല്ല സംഗീത, ജോൺഫി. ഒന്നുകൂടി ആലോചിക്കും, അർത്ഥം പിടിയിട്ടിട്ടില്ല. യെസ്. ലിനി, സനീഷ, റാസ്മിന. ലിനി നേരത്തെ വന്നിട്ടില്ല അല്ലെ? ലിനി, സനീഷ ആൻഡ് റാസ്മിന. എംപറർ. ചോദ്യം ഞാൻ പറയാം. എ മാൻ ഹൂ റൂൾസ് എംപയർ. എംപയർ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം എന്നാണ്. EMPIRE, എംപയർ. അതിന്റെ നൗണിങ്ങിലോട്ട് വരാം. എംപറർ. അതാണ് എന്റെ ആൻസർ, എംപറർ. യെസ്. അടുത്തത് ഒരു ഇമാജിനറി സിറ്റുവേഷൻ പറയാണ്. നിങ്ങൾ എന്റെ ആൻസർ പറഞ്ഞാൽ മതി. എ ബോക്സ് വിത്ത് നത്തിങ് ഇൻസൈഡ്. സനീഷ, റാസ്മിന. അതിന്റെ മുകളിൽ ആരായിരുന്നു? സുറുമി. സുറുമി അല്ലെ? അപ്പൊ സുറുമി, സനീഷ ആൻഡ് റാസ്മിന. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് empty, EMPTY, empty. Yes. യെസ്. അടുത്തതും empty box. ഓക്കെ, കറക്റ്റ്. അടുത്തതും ഒരു ഇമാജിനറി സിറ്റുവേഷൻ പോലെ നിങ്ങളോട് പറയുന്നത് വിചാരിച്ചിട്ട് പറയും.
യെസ്, ചോദ്യം ഇതാണ്. സംതിങ് സീരിയസ്, സംതിങ് സീരിയസ് ആൻഡ് സഫീദ, സുറുമി, സനീഷ. സഫീദ, സുറുമി, സനീഷ. ഇവര് സഫീദ എന്റെ ചോദ്യം പറയാൻ പോലും സമ്മതിക്കുന്നില്ല. യെസ്, ഞാൻ ചോദ്യം മുഴുവനാക്കിയില്ല, അതിനു മുമ്പ് തന്നെ ഉത്തരത്തിലേക്ക് എത്തി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എങ്കിലും ഞാൻ ആ ചോദ്യം വെറുതെ ഒന്ന് പറയാം. സംതിങ് സീരിയസ് ആൻഡ് ടു ആക്ട് ACT, ആക്ട് ഇമ്മീഡിയറ്റ്ലി. എന്റെ ആൻസർ ആണ് എമർജൻസി, അത്യാവശ്യം. യെസ്, ഓക്കെ ഓക്കെ. അടുത്തത് ടു, ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് മീനിങ് ആണ്, നിങ്ങൾ എന്റെ വൺ വേർഡ് പറയാം. ടു accept ACC EPT or adopt ADOPT. To accept or adopt a cause, CAUSE, a cause or belief, or belief. ഇതൊരു മീനിങ് ആണ്. എമ്പതി അല്ല, വേറെ പേരുണ്ടല്ലോ ദാസ്മിന. ഇമിറ്റേറ്റ് അല്ല, സഫീദ. ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. Okay, 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 Nisha, don't worry. To accept ACC EPT or adopt ADOPT, adopt a cause or belief. ഇതാണ് മീനിങ്. അതിന്റെ ഒരു വൺ വേർഡ് ഉണ്ട്. വിജി കേസ് എംഫസൈസ് എന്നതൊന്നുമില്ലല്ലോ മകളെ. ആരും പറയാത്തത് പൊക്കിക്കൊണ്ടുവരുന്ന ആള് വിജിയല്ലേ? To accept or adopt, അതല്ല സംഖ്യത. Adopt a cause or belief, CAUSE, cause or belief. Yes, Vijay KS, you are right. In the calculation തെറ്റിയില്ല. Correct answer. Viji, Safida, Surumi. Viji, Safida and Surumi. Correct answer. Okay, 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 okay. Yes, adopt meaning. Yes, okay, okay, okay. Yes, correct answer. Embrace, EMBRACE. അടുത്തത് ഞാൻ നേരത്തെ സ്റ്റാച്യു എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള, നിങ്ങൾ നേരത്തെ സ്റ്റാച്യു എന്നൊക്കെ ആൻസർ വന്ന പോലെയുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്. എ സിംബൽ ദാറ്റ് റെപ്രസെന്റ്സ് സംതിങ്. എ സിംബൽ ദാറ്റ് റെപ്രസെന്റ്സ് സംതിങ്. ഇമോജിയൊക്കെയാണ്, വേറൊരു നല്ലൊരു വാക്കിനുണ്ട്. കറക്റ്റ് ആണെന്ന് പറഞ്ഞത്, എന്നാലും വേറൊരു വേർഡ്. യെസ്, സുറുമി, സുറുമി, സഫീദ. സഫീദയുടെ ഡീൽ ആരായിരുന്നു? സുറുമി, സഫീദ. ഷാഹിദ. ഷാഹിദ. ഷാഹിദ നേരത്തെ വന്നിട്ടില്ല അല്ലേ? ഷാഹിദ. യെസ്, ഷാഹിദ. ഓക്കെ 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 ഓക്കെ. യെസ്, കറക്റ്റ്. എംബ്ലം, നമ്മൾ നോട്ടീസ് ഒക്കെ അടിക്കുമ്പോൾ എംബ്ലം വെച്ച് അടിക്കാറില്ലേ? ദാറ്റ് റെപ്രസെന്റ്സ് സംതിങ്. യെസ്. അടുത്തത്, എ ലാർജ് ഓസ്ട്രേലിയൻ ബേർഡ് സിമിലർ ടു ആൻ ostrich. Saumya, Sanisha, Safida. Saumya, Sanisha and Safida. Correct answer. The answer is Yemu. Yemu on an answer. Yes, correct. அடுத்து, the title of a മുസ്ലിം റൂളർ. നേരത്തെ ആൻസർ വേറെ ചോദ്യത്തിന് ആരോ പറഞ്ഞിരുന്നു.
the title of the Muslim ruler. Akhila, Sanisha, Rasmina. Akhila നേരത്തെ വന്നിട്ടില്ല അല്ലെ? അഖില, സനീഷ, റാസ്മിന. യെസ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അമീർ എന്ന് പറയും. അമീർ ഖുസ്രോ എന്നൊക്കെ പറയില്ലേ? എമിർ, EMI, എമിരറ്റസ് എന്നൊക്കെ പറയുന്ന പേര് അതിൽ നിന്ന് വരുക. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഓക്കെ റാസ്മിന. എ വുമൺ who rules an empire. A woman who rules an empire. A woman who rules an empire. EMPIRE. Soumya. Soumya. Rasmina. Shahida. Soumya, Rasmina and Shahida. Correct answer. Empress ആണ്. Empress. ആണാണെങ്കിൽ എംബർ, പെണ്ണാണെങ്കിൽ എംപ്രസ്. അടുത്തത് എ ഗ്രീൻ സ്റ്റോൺ. എ ഗ്രീൻ സ്റ്റോൺ. സനീഷ, സംഗീത, സൗമ്യ. സനീഷ, സംഗീത. സംഗീത നേരത്തെ വന്നിട്ടില്ല അല്ലെ? സംഗീത വന്നിട്ടുണ്ട്. സംഗീത ആൻഡ് സൗമ്യ. കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് കോൾഡ് എംറാൾഡ്. EMRALD. യെസ്. അടുത്തത് to pay, PAY. To pay someone to work for you. അങ്ങനെ പറയുന്ന പേരെന്താ? To pay someone to work for you. സുറുമി, സഫീദ, അഖില. സുറുമി, സഫീദ, അഖില. കറക്റ്റ് ആൻസർ ആണ് എംപ്ലോയി. എംപ്ലോയി 2 E ഉണ്ട്. എംപ്ലോയി. യെസ്, എംപ്ലോയി. അടുത്തത് ഞാൻ ചോദ്യത്തിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റുകയാണ്. ഇനി നിങ്ങൾ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഫസ്റ്റ് ലെറ്റർ ടി എന്നാണ്. ടി. ടി മീൻസ് 10. യെസ്. ഓക്കെ, ഗെറ്റ്. അപ്പൊ ഈ അത് ഓക്കെ റാസ്മിന, അത് തന്നെ ടി ടി ടി. പിന്നെ ഞാനത് ടി എന്ന് പറയുമ്പോൾ ഡി എന്നൊക്കെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചുള്ള വേർഡും കൂടി പറയുന്നത്. അത് ഈ വയർലെസ്സിലൂടെ സംസാരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. എ മീൻസ് ആദം, ബി മീൻസ് ബയോ എന്ന് പറഞ്ഞു. യെസ്, ചോദ്യത്തിലേക്ക് വരാം. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. അതിൻ്റെ ഒരു പേരുണ്ട്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ഇത് ഞാൻ പറഞ്ഞ മീനിങ് ആണ്. എൻ്റെ ഒരു പേര് ടാക്സ് അല്ല, ട്രാൻസ്പോർട്ട് അല്ല, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ട്രാൻസ്ഫർ അല്ല, കറക്റ്റ് വാർത്തത്തിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. അപ്പൊ അവിടെ നടക്കുന്ന സംഭവത്തിന് ഒരു പേര് പറയും. യെസ്, ബിനീഷ. ബിനീഷയുടെ അടിയില് ബിനീഷ ആയിട്ട് വന്നിട്ടില്ല അല്ലെ? ബിനീഷ അടിയിൽ ആരൊക്കെ ഉണ്ടായി? ബിനീഷ, ചൈത്ര, സുറുമി. ചൈത്ര ആൻഡ് സുറുമി. യെസ്, കറക്റ്റ്. വെരി ഗുഡ്. ട്രെയിനാണ്. നമ്മൾ സാധാരണ കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്താണ്? ദാറ്റ് ഈസ് ട്രെയിൻ. യെസ്, ഓക്കെ.
അടുത്ത് parallel lines on which a train runs. Parallel lines on which Surmi, Abina, Rasmina. Surmi, Abina. Abina is Madhyona, Abina and Rasmina. Yes. Okay. Correct. Okay, Gino. Correct answer ആണ് track. TRS track. Yes. അടുത്തത് a terrible that causes sadness. A terrible that causes sadness. Abina, Sanisha, Surmi. Abina, Sanisha, Surmi. Yes. നമുക്ക് സംഭവിക്കുന്ന ദുഃഖമുണ്ടാകുന്ന സംഗതി അത് ട്രാജഡിയാണ്. ട്രാജഡി. യെസ്. ട്രബിൾ വരില്ല. എന്തോ ട്രബിൾ വരൂല. ട്രബിളിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ട്രാജഡിയാണ്. കോമഡി ആൻഡ് ട്രാജഡി. യെസ്. ഓക്കെ. ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ്. നന്നായിട്ട് വൺവേഡ് പറയാം. മീനിങ് ഇത്തിരി ലെങ്തി ആണെന്ന് മാത്രം ശ്രദ്ധിച്ചേക്ക. എ ടെമ്പററി മെന്റൽ കണ്ടീഷൻ. A temporary mental. സനീഷ, അബീന. അതിന് മുമ്പ് ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. സനീഷ, സുറുമി, അബീന, സുറുമി അല്ലേ? സുറുമി. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എ ടെമ്പററി മെന്റൽ കണ്ടീഷൻ. ചോദ്യം വെറുതെ പറയണേ. A temporary mental condition in which someone is not in the control of themselves. Yes, അടുത്ത ചോദ്യം. An object which allows, ALLOWS, allows light to pass through it completely. അതല്ല. An object. വേറൊരു വാക്കുണ്ട് സഫീന, വേറൊരു വഴിക്ക് ചെയ്തിരിക്കെ ഫിസിക്സിന്റെ റൂട്ടിൽ പോകും. ആൻ ഓബ്ജക്ട്. സൗമ്യ, അഖില. അതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നില്ല എന്റെ ഇടയില്. സൗമ്യ, അഖില, സുതാര്യമായ വസ്തു. കേട്ടില്ല അഖില പറഞ്ഞ ഓക്കെ. യെസ്. സുതാര്യമായി. ഓക്കെ റാസ്മിന, സുതാര്യമായി. ഫിസിക്സിനെ വഴിയിൽ ചിന്തിക്കാൻ പറഞ്ഞതാണ്. അടുത്തത് എ പ്ലേസ്, PLACE, എ പ്ലേസ് where king, KING, king store his wealth, WEALTH. സാർ കിങ് കഴിഞ്ഞെന്തോ Store, STOR, store. അഖില, സംഗീത, സഫീദ. അഖില, സംഗീത ആൻഡ് സഫീദ. നിങ്ങളുടെ ഈ പേരൊക്കെ കണ്ടുപിടിച്ചേ കറക്റ്റ് ആയിട്ട് അത് മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എനിക്കൊരു പോയിന്റ് തന്നെ. യെസ്. ഓക്കെ. എഴുതിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി. ഞാൻ പരിഗണിച്ചാണ്. അതിന്റെ പേര് ട്രഷറി എന്നാണ്. ഖജനാവോ, ട്രഷർ എന്നാണ് എഴുതിയത്. ട്രഷറി. പ്ലേസിൽ ഒരു സ്ഥലമല്ലേ. ചോദ്യം മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം ഞാൻ ട്രഷറർ അടിച്ചത് എഴുതി വരുമ്പോൾ ടൈപ്പ്. ഉത്തരം അറിയാമെന്ന് എനിക്കറിയുന്നത് നിങ്ങൾക്ക് മാർക്കാണ്. ഡോണ്ട് വറി. യെസ്. അടുത്തത്
ഓക്കെ സഫീദ. യെസ്, ട്രഷറി. നമ്മളിപ്പോ ഗവൺമെന്റ് ട്രഷറികളില്ലേ, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ അവിടെ കൊണ്ട് വെക്കാം, അവിടെ കൊണ്ട് സൂക്ഷിക്കാതെ. യെസ്, പൈസ കൊടുത്താൽ മതി. അടുത്തത് 2 ചോദ്യം കൂടി ഉള്ളൂ. 3-legged LEGGED 3-legged object which supports a camera or telescope. അബീന, സഫീദ, സുറുനി. അബീന, സഫീദ, സുറുനി. യെസ്, ഓക്കെ. കറക്റ്റ് ആണ്. ട്രൈപോഡ് ആണ്, ട്രൈപോഡ്. വെരി ഗുഡ്. ഗ്രേറ്റ്. അടുത്തത് മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്ക് പറയാം പെട്ടെന്ന്. ചോദ്യം ഇതാണ്: എ ജോമെട്രിക്കൽ ഷേപ്പ്. റാസ്മിന, സഫീദ, സനീഷ. റാസ്മിന, സഫീദ ആൻഡ് സനീഷ. സനീഷ അല്ലേ? ഓക്കെ, സനീഷ. ഓക്കെ, കറക്റ്റ്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, ജിനു കറക്റ്റ് ആൻസർ ആണ്. ഹൈറമീസ, നമുക്ക് ടീയിൽ ആരംഭിക്കണം. ടീയിൽ കേട്ടോ, എല്ലാ ആൻസറും ടി. യെസ്. അപ്പോ ലാസ്റ്റ് ചോദ്യം ചോദിക്കാം. എക്സ്പ്ലനേഷൻ ഞാൻ പറയണത്, നിങ്ങൾ അതിന്റെ മറുപടി പറഞ്ഞാൽ. സംതിങ് ഓൺ വീൽസ്, WHEELS. Something on wheels which is used to carry things. Surumi, സഫീദ, പിന്നെ അതിന്റെ അടിയിൽ ആരായിരുന്നു? സുറുമി, സഫീദ. ട്രോളിയാണ് ആൻസർ. ട്രോളി. സഫീദന്റെ താഴെയാണെങ്കിൽ ഞാനാണ് റസ്മിന. യെസ്. അപ്പോ നിങ്ങളുടെ ചോദ്യങ്ങളോടൊക്കെ വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചു. യെസ്. ഞാനത് എഴുതി വെച്ചേക്കട്ടെ, ഇനി ബാക്കി നമുക്ക് ചോദിക്കാനാണ് ഉള്ളതാണല്ലോ. യെസ്. അയ്യോ, ഇത് മാർക്കിന് കൂട്ടിയെടുക്കാൻ സമയം പിടിക്കുമല്ലോ. ഒറ്റ മിനിറ്റ്. 3, 5, 7, 2, 4, 6. യെസ്. ഒക്കെ എഴുതി വെച്ചേക്കാ. യെസ്, മിടുക്കി. അതങ്ങനെ പിന്നെ ഞാൻ റാസ്പിൽ എഴുതിയാൽ മതിയായിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ മാർക്ക് പറയാം. ചിലപ്പോ ഒരു പോയിന്റ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ട് അത് വിട്ടുപോയിട്ടുണ്ടാവും. അത് വിഷമിക്കണ്ട. ചിലപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയപ്പോഴും വിട്ടുപോയതായിരിക്കും. ഇതൊരു എന്താണ്, ഒരു വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ ഒരു പോയിന്റ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ട് കിടക്ക് മാറി വന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട. അതങ്ങനെ പൊട്ടെന്ന് ചോദിച്ചു. ഞാൻ മാർക്ക് ചെയ്തപ്പോൾ ഒരു വ്യത്യാസമുണ്ടായിരിക്കും. എങ്കിലും പറയാം. ചൈത്രക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഓക്കെ. ചൈത്രക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ബിനീഷയ്ക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ലിനിക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ശ്രീഷ്മയ്ക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സാഹിദയ്ക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വിജി കെഎസിന് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജോഫിക്കും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്.
സംഗീതയ്ക്കും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഷമീനക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഖിലക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അബീനക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഇനി സൗമ്യക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ് സൗമ്യ കിട്ടിയിട്ടുണ്ട്. യെസ്, 9 പോയിന്റ്. യെസ്. ഇനി സഫീദയ്ക്ക് 14 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സഫീദ 14 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. സനീഷയ്ക്ക് വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട്. സനീഷയ്ക്ക് 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. റാസ്മിന റണ്ണറപ്പ് ആയിട്ടുണ്ട്. യെസ്, സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്നു. റാസ്മിനക്ക് 18 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സർ പ്രതീക്ഷിച്ചില്ല. സുറുമി, യു ആർ ദ ടോപ്പ്. റാസ്മിനുമായിട്ട് വലിയ വ്യത്യാസമില്ല. സുറുമിക്ക് 19 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഓക്കെ. കൂടുതൽ മാർക്ക് കിട്ടിയവർക്കും കുറച്ച് മാർക്ക് കിട്ടിയവർക്കും മാർക്ക് കിട്ടാത്തവർക്കും ഒരുപോലെ അഭിനന്ദനം. കാരണം ഇപ്പൊ ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ ചിലപ്പോൾ സ്പീഡ് ഇത്തിരി കുറവായതുകൊണ്ട് ചിലപ്പോൾ മൂന്നാമത്തേന് പകരം 4-മത്തെ വന്നിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട. അത് നമുക്ക് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാം. യെസ്. ഓക്കെ. അതങ്ങനെ എടുക്കാം. ഓക്കെ സൗമ്യ, വെരി ഗുഡ്. യെസ്. ഇനി നമുക്ക് അടുത്തായിട്ട് എടുക്കേണ്ടത് യൂണിറ്റ് നമ്പർ 12 പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ സംഗതി. പാർട്ടിസിപ്പിൾ അത് എടുക്കുന്നില്ല. ഒരു ആമുഖമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. Now we are going to discuss unit number 12 participle. അപ്പോൾ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫോം ഓഫ് എ വെർബ്. വെർബിന്റെ ഒരു ഫോമാണ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. യെസ്. 2 രീതിയിലുള്ള പാർട്ടിസിപ്പിളിനെ കുറിച്ച് ഇംഗ്ലീഷ് നമ്മൾ മനസ്സിലാക്കും. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. രണ്ടാമത്തേനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അപ്പോ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് മിക്കവർക്കും ചിലപ്പോൾ അറിയാൻ പറ്റും. നമുക്ക് സാധാരണ ഒരു വെർബിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ V1, V2, V3. ആ V3യുടെ അടിയിൽ വരുന്നതെല്ലാം എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ പറയാം. ഗോ പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൾ. Go, went, gone. Take, took, taken. Cut. Put. അപ്പൊ ചില പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെ ആയിരിക്കും. ചിലത് മൂന്നും ഡിഫറെന്റ് ആയിരിക്കും. ചിലത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയും പ്രസന്റ് ടെൻസ് വേറെ രീതിയിലും വരും. അങ്ങനെയും വരാം. യെസ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഹൈർനീസ ഒരു പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറഞ്ഞു. ഇഷ്ടമുള്ള പറഞ്ഞു. പ്രസന്റും പാസ്റ്റും ഒരു വെർബ് പറയാം. അത് പ്രസന്റ് ടെൻസ് ആയിരിക്കും. പാസ്റ്റും പാർട്ടിസിപ്പിളും കൂടി പറയാം. പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടി പറയാം. ഇഷ്ടമുള്ള പറഞ്ഞു. Now I am going to my mama house. യെസ്. അപ്പൊ ഗോ എന്ന് പറഞ്ഞത് പ്രസന്റ് ടെൻസ് ആണ്. ഗോ വെന്റ് ഗോൺ അത്രയും പറഞ്ഞാൽ മതി. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ ഹൈർനീസ, ഐ ആം ഗോയിങ് ടു മൈ മദേഴ്സ് ഹൗസ്. ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ടീച്ച് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടോട്ട്. TAUGHT. പാസ്റ്റ് പാർട്ടിസിപ്പിളും ടോട്ട്. TAUGHT. അങ്ങനെ ഒരു പ്രസന്റ്, ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സനീഷ KP എന്ന് പറഞ്ഞ ഇഷ്ടമുള്ള ഒരു വെർബ്. 3 ടെൻസ്. യെസ്. ഓക്കെ.
ഞാൻ പറയാം സാറേ. പറഞ്ഞോളൂ ഷിൽജി. സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ. വെരി ഗുഡ്. സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ. നമുക്ക് വേണ്ടി വന്നൊരു വാചകം വരുന്നത് കറക്റ്റ് പറഞ്ഞോളൂ. ഈറ്റ് എയ്റ്റ് ഈറ്റൺ. ശരിയാണ്. ഈറ്റ് എയ്റ്റ് ഈറ്റൺ. പ്രസന്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി വേറെ ആർക്കും? സിറ്റ് സാറ്റ് സിറ്റൺ. യെസ്, ഓക്കെ, വെരി ഗുഡ്. അടുത്താരാണ്? സിങ് സാങ് സങ്. ഓക്കെ, സിങ് സാങ് സങ്. SUNG. ഇപ്പൊ മനസ്സിലായല്ലോ പ്രസന്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്. അപ്പോ ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് വരുന്ന വേർഡുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. സാധാരണഗതിയില് ഈ പാസ്റ്റ് ടെൻസിലുള്ള വേറെ എക്സാമ്പിൾ പറയാം. യെസ്, ലിലി തോമസ്. ഓക്കെ. ഹൗ ആർ യു ലിലി? I'm fine, sir. ഓക്കെ. ഈ തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണ്? ഹസ്ബൻഡ് ആണോ? And sir? Are you married? Yes, I'm married, sir. Yes, okay. Your husband's name? Lijo Jose. Lijo. Oh, very good, very good. രണ്ട് മെല്ലിലാണല്ലോ. യെസ്. അപ്പൊ ഞാനൊരു സിറ്റുവേഷൻ പറയാം ലിനി. 9:30 ലിജോ പുറത്തേക്ക് പോയി. 9:30. ഓക്കെ. 9:31 ലിജോന്റെ ഒരു ഫ്രണ്ട് അവിടെ ലിജോനെ അന്വേഷിച്ചു വന്നു. അപ്പോ ലിനി പറയാണ് ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ എന്ന് പറയും. അതൊന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ഈ കേൾക്കുന്ന വന്ന ഫ്രണ്ടിനെ അത് പറയുമ്പോ തോന്നണം ഈ ലിജു പോയിട്ട് അധിക സമയം ആയിട്ടില്ല, ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുള്ളൂ എന്ന് മനസ്സിലാവണം. ജസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. JUST ജസ്റ്റ്. 1 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറയാനും പാടില്ല പറഞ്ഞു. അല്ലെങ്കിൽ അതിൻ്റെ അത് കയറി കറക്റ്റ് ആൻസർ പറയും. ജസ്റ്റ് എന്നുള്ള വേർഡ് നമുക്ക് വേണ്ട. ജസ്റ്റ് എന്ന് പറയില്ലേ, അത് വേണ്ട, അത് ഒഴിവാക്കി. ജസ്റ്റ് വേണ്ട. 1 മിനിറ്റ് 2 മിനിറ്റ് സമയം വേണ്ട, ഒന്നും വേണ്ട പറഞ്ഞു. He went right now. He went right now. അല്ലേ? യെസ്, അവിടെ നിൽക്കട്ടെ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ജോഫി. എങ്ങനെയാണ് താങ്കൾ എന്ത് പറയാം? അയ്യല്ല, ഭർത്താവാണ് പോയേക്കണം. അപ്പൊ ഹീ എന്ന് പറഞ്ഞാൽ ഗോ വേണ്ടെന്നല്ലേ സാർ പറഞ്ഞത്? ഗോ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു. JUST ജസ്റ്റ്. ജസ്റ്റ് നൗ എന്നൊക്കെ പറയൂലേ, ആ ജസ്റ്റ് എന്നുള്ള വേർഡ് ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ വന്നത് 9:30, പോയത് 9:30, അന്വേഷിച്ച് വന്ന് 9:31. അപ്പൊ 1 മിനിറ്റ് ബിഫോർ എന്നൊക്കെ പറയല. അത് 1 മിനിറ്റും വേണ്ട, സമയവും വേണ്ട. യെസ്. വെരി ഗുഡ്. ഓക്കെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ്. ഇപ്പോ ലിനി പറഞ്ഞു വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം ഗോ എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. അപ്പൊ ഇന്നലെ പോയാലും നമ്മൾ വെന്റ് എന്നാണ് പറയാം. യെസ്, വെന്റ് എന്നുള്ള വേർഡ്. നേരെ മറിച്ച് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ടെൻസ് ഉണ്ട്. ഓക്കെ. അത് ഒരു വേർഡ് കൂടെ എന്റെ രീതിയിൽ ചേർക്കണം. ഷമീമ. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് ഉണ്ട്. അത് നമ്മൾ ടെൻസ് എടുക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയും. ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതും ഉപയോഗിക്കും. അപ്പൊ കറക്റ്റ് ഹി ഹാസ് ഗോൺ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആള് മനസ്സിലാക്കണം ഹി വെന്റ് എന്നല്ല പറഞ്ഞത്, ഹി ഹാസ് ഗോൺ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? പോയിട്ട് അധിക സമയമായിട്ടില്ല എന്നാണ്. അപ്പോ ചായ കുടിച്ചോ എന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവര് യെസ് ഐ ഡ്രാങ്ക് ടീ എന്ന് പറയുന്നതും ഐ ഹാവ് ഡ്രങ്ക് ടീ എന്ന് പറഞ്ഞ രണ്ടാണ്. ഐ ഡ്രാങ്ക് ടീ എന്ന് പറയുമ്പോൾ കുറെ നേരത്തെ കുടിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഡ്രങ്ക് ഇപ്പൊ കുടിച്ചോളൂ, ഇനി വേണ്ട. യെസ്. അപ്പോ
ആ ചോദ്യത്തിൽ നിന്ന് അല്ല അവർ ഉത്തരം ഉപയോഗിക്കുന്ന ടെൻസിൽ നിന്ന് ഏത് സമയത്താണ് സംഭവം നടന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കാൻ പറ്റും. യെസ്, കുഴപ്പമൊന്നുമില്ല, റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ട് മാത്രമേ ഉള്ളൂ. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രണ്ട് പാർട്ടിസിപ്പിൾ ഉണ്ട്. അതില് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വേർഡ് സാധാരണഗതിയിൽ നമ്മൾ വരുന്നത് ഹാസിന്റെയോ ഹാവിന്റെയോ ഹാഡിന്റെയോ കൂടെ വരുന്ന വാക്കുകളാണ്. യെസ്, അപ്പോ അങ്ങനെ ഹാസിന്റെയോ ഹാവിന്റെയോ ഹാഡിന്റെയോ കൂടെയല്ലാതെ ഈ വേർഡുകൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതാണ് നമ്മൾ ഈ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. യെസ്, അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആദർശ്യമായിട്ട് വന്നതാണ്. യെസ്, ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ ഇതിലോട്ട് നമുക്ക് സെലക്ട് ആയിട്ട് വരാം. യെസ്, അടുത്ത യൂണിറ്റ് നമുക്ക് പാർട്ടിസിപ്പിളിനെ കുറിച്ച് പറയാം. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, Thank you, sir. Thank you, sir. വെൽക്കം. Thank you, sir. Okay.